അപ്പോൾ നമ്മുടെ കാഴ്ചകള് ഇങ്ങനെ ഇടുക്കി വഴി തേനി കമ്പത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കമ്പത്തെ ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ മുന്തിരിത്തോട്ടത്തിലാണ് ജെനിസ് മുന്തിരിത്തോട്ടം. ടോണി എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലാണ്. ഒരുപാട് മലയാള സിനിമകൾക്ക് ലൊക്കേഷനായ സ്ഥലമാണ് ഈ മുന്തിരിത്തോട്ടം. അവരുടെ ഈ മുന്തിരിങ്ങ വിൽക്കുന്ന ഷോപ്പും അതുപോലെ അതിന്റെ വൈൻസ് ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന സിനിമ ഇവരുടെ തോട്ടത്തിന്റെ ഒരു ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഈ കമ്പത്തൊക്കെ. വെക്കേഷൻ കാലമായതിനാൽ തിരക്കോട് തിരക്കാണ്. ഇപ്പോൾ കാഴ്ചകൾ കാണാം. സുരേഷ് ക്ഷേത്രമാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. നിങ്ങൾ കണ്ടു കാണും പത്മരാജന്റെ സിനിമകളിലെ മോഹൻലാലും ശാരിയും ഒക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുന്തിരിത്തോപ്പിൽ ഇരിക്കുന്ന കാഴ്ച. ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പത്താണ്. ഇപ്പോൾ തേനി കമ്പം റൂട്ടിലെ ഏറ്റവും വലിയ മുന്തിരിപ്പാടം ജെനിസ് 30 ഏക്കറിലേറെ വ്യാപ്തിയിൽ കിടക്കുന്ന ഒരു മുന്തിരിപ്പാടത്തിന്റെ കാഴ്ചകളാണ്. നല്ല കറുത്ത മുന്തിരിങ്ങ ഇങ്ങനെ കിടക്കുന്നു. മനോഹരമായ കാഴ്ചയാണ്. നിങ്ങൾ കാണാം, മുന്തിരി ഇങ്ങനെ പിടിച്ചു കിടക്കുകയാണ്. അപ്പോൾ ടോമി എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ, തമിഴ്നാട്ടുകാർ മുതലാളി ഒന്നും പറയത്തില്ല, ഇത്രയും മുന്തിരിപ്പാടം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ബെൻസ് കാറിൽ വരുന്ന സമയത്ത് ആ മുതലാളി ഇതേ ഇവിടെ മുന്തിരിങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ സംസാരിച്ചതിന് ശേഷം. അപ്പോൾ ആ മുന്തിരിപ്പാടത്തിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് മലയാളികളും അതുപോലെ തമിഴ്നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്ന് നിന്ന് മുന്തിരിങ്ങ ഇങ്ങനെ കണ്ട് ആസ്വദിക്കണം. തൊടാൻ പറ്റത്തില്ല കേട്ടോ, ഞാൻ തൊടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദേ ആ മുന്തിരിങ്ങ ഞാൻ കഴിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മുന്തിരിങ്ങ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അപ്പോൾ തന്നെ ചെറിയ മധുരവും തീർത്ത് നിങ്ങൾക്ക് ജ്യൂസ് തരും. അത്രയും മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഇല്ല. തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരുപാട് മുന്തിരിത്തോപ്പുകളുണ്ട്. ഗ്രീൻ മ്യൂസിയം ചാനലിൻ്റെ യാത്രകൾ ഇങ്ങനെ തേനി കമ്പം മുന്തിരിയുടെ മനോഹരമായ കാഴ്ചകൾ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചകൾ ഒരുപാട് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ തന്നെ ഈ മുന്തിരി കാഴ്ചകൾ എന്ന് പറയുന്നത് വേറെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഒരുപാട് മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തേ ഇങ്ങനെ മുന്തിരിങ്ങ കഴിച്ചാണ്. ഈ പാടത്ത് കയറി ആർക്കും മുന്തിരി തൊടാൻ പറ്റത്തില്ല. പക്ഷെ മുതലാളി നമുക്ക് അനുവാദം തന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ നാട്ടിൽ കടകളിൽ മുന്തിരിങ്ങ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് കാണുന്ന പോലെ അല്ല കേട്ടോ. മുന്തിരിപ്പാടത്തിൽ കയറിയുള്ള കാഴ്ച വളരെ മനോഹരമാണ്. എന്തൊക്കെ പറഞ്ഞാലും അതൊരു വൈബായിട്ടുള്ള കാഴ്ചയാണ്. അതും 30 ഏക്കർ നീളത്തിലുള്ള ഒരു പാടത്ത് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ കാണാൻ. അതും ഹൈബ്രിഡ് മുന്തിരിങ്ങയാണ്. ഇവിടെ മുന്തിരിങ്ങ പറിക്കരുതെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തുടരുത്, പറിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പാലിച്ചേ പറ്റൂ. അവരുടെ തോട്ടത്തിൽ എത്രയോ ആൾക്കാർ കയറുകയാണ്. കൂടാതെ മുന്തിരിങ്ങയുടെ വൈൻ, അത് മുന്തിരിങ്ങ ജ്യൂസ് അപ്പോഴേ കുടിക്കാനായിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നതാണ്. പെട്ടികളിൽ മുന്തിരിങ്ങ മേടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. 2-3 പാക്കറ്റാണ്. 1 കിലോയ്ക്ക് 150 രൂപയാണ്. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ എത്തുന്നവർക്ക്, ഓടി പോകുന്നവർക്കൊക്കെ ഇത് മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ കൊണ്ട് ചെല്ലാം, സുഹൃത്തുക്കൾ കൊടുക്കാം. അങ്ങനെ കുറച്ച് ദിവസം വെച്ച് ഉപയോഗിക്കാം. നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ്. എന്റെ ഇവിടുന്ന് സൂരജ് മുന്തിരിങ്ങ തൊട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാലും നമ്മൾ ഈ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ കാഴ്ചകൾ സിനിമയിലൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ മറുഭാഗത്താണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയുടെ, പത്മരാജന്റെ സിനിമയുടെ പല സീനുകളും ഷൂട്ട് ചെയ്തത്. അതിനകത്തൊരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശാരിയും മോഹൻലാലും ഒക്കെ ഇങ്ങനെ ഒരു പുതപ്പിന്റെ കീഴിൽ മുന്തിരിത്തോട്ടത്തിൽ ഇരിക്കുന്ന ഒരു പോസ്റ്ററൊക്കെ ആയിരുന്നു സിനിമയുടെ ഹൈലൈറ്റ് പോസ്റ്റർ. അപ്പോൾ ഈ മുന്തിരിക്കാഴ്ചകൾ കാണുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കുന്നത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന പത്മരാജൻ സിനിമ തന്നെയാണ്. ഏതായാലും കമ്പം തേനിയിലൊക്കെ ആളുകൾക്ക് എന്ത് സന്തോഷമാണെന്നൊക്കെ. ഈ ജ്യൂസ് അടിക്കുന്ന ചേച്ചിക്കും വളരെ സന്തോഷമാണ്. ജ്യൂസ് അടിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു പഞ്ചസാര കുറച്ചുകൂടൂ, നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പൊ ഞങ്ങൾക്ക് 2-3 ജ്യൂസൊക്കെ കുടിക്കേണ്ടി വന്നു. പിന്നെ കുപ്പിയിൽ ജ്യൂസ് മേടിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. കാരണം കാശ് കൊടുത്തല്ലേ കേട്ടോ, മുതലാളി തന്നാണല്ല. അപ്പോൾ ഓസിനാണോ നിങ്ങൾ ആരും ധരിക്കരുത്. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും. നമ്മൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ എന്തൊക്കെയാലും നല്ലൊരു മുതലാളിയാണ് ടോണി എന്ന് പറയുന്ന മുതലാളിയുടെ. ജെനിസ് എന്ന് പറയുന്ന മുന്തിരിത്തോട്ടം കമ്പത്തെ ഏറ്റവും വലിയ മുന്തിരിത്തോട്ടം എന്ന് മാത്രമല്ല, അവർ ബ്രീഡ് സാധനങ്ങളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. വിളവ് ഭയങ്കരമാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് മുന്തിരിങ്ങ കയറ്റി അയക്കുന്ന ഒരു ഫാമാണ്. പിന്നെ ഇവിടെ ജെനിസിന്റെ വലിയൊരു ഷോപ്പ്, കമ്പം തേനി പാതയിൽ വലിയൊരു ഷോപ്പ് കാണാം. അവിടെ എല്ലാ ഇനം മുന്തിരിയുടെ വൈനുകളും അതുപോലെ തന്നെ പാക്കറ്റ് ചെയ്ത മുന്തിരിങ്ങ ഉണങ്ങിയതും എല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ അദ്ദേഹമായി ഒന്ന് സംസാരിച്ച് നോക്കാം. எல்லாருக்கும் வணக்கம். என் பேர் டோனி. இது வந்து தேனி டிஸ்ட்ரிக்ட் கம்பம் ஏரியா. கம்பம் வந்து திராட்சைக்கு மிக பேர் போனது. இந்த திராட்சை பேர் பன்னீர், இங்கிலீஷில் மஸ்கட்டுன்னு சொல்கிறது. இது ஒரு சின்ன ஹிஸ்ட்ரி சொல்லணும்னா 1857 ஃபஸ்ட்டு சொசைட்டி ஆஃப் ஜீசஸ் ஜெஸ்யூட் ஃபாதர்ஸ் வந்து ஃப்ரான்ஸ்லேருந்து எடுத்துகிட்டு வந்த மஸ்கட்டு வெரைட்டி. இது வந்து ஃபர்ஸ்ட் இவங்க வந்து திண்டுக்கல் டிஸ்ட்ரிக்ட்ல பிளான் பண்றாங்க. இங்க உள்ள வந்து ஹைபிரிட் கண்டிஷன், தண்ணி பற்றாக்குறையினால இவங்க வந்து இந்த பழத்தை எடுத்துட்டு வராங்க. திண்டுக்கல்ல வச்ச பிறகு அங்கிருந்து மெதுவா வந்து கிறிஸ்டியன் மிஷனரிஸ் வந்து அனுமந்தம்பட்டி, ராயப்பன்பட்டி இது மாதிரி இடத்துக்கு இந்த கொடியை கொண்டு வந்து இங்கேயும் பிளான் செய்யறாங்க. இது வந்து வருஷத்துல பார்க்கும்போது திண்டுக்கல் டிஸ்ட்ரிக்டை விட
நம்ம தேனி டிஸ்ட்ரிக்ட் இந்த கம்பம் வேலியில வந்து நல்ல ஈல்டு வர ஆரம்பிச்சிருச்சு. அதுக்கப்புறம் இந்த கம்ப்ளீட் பிளான்டேஷனே வந்து திண்டுக்கல்ல இருந்து கம்பம் டிஸ்ட்ரிக்ட் மாறிக்கிருச்சு. ஸோ திஸ் இஸ் தி பேசிக் த கிரேப்ஸ் கேம் டு திஸ் கம்பம் வேலி. இப்போ இன்னைக்கு இந்த தேனி டிஸ்ட்ரிக்ட்ல அதிகமான அளவுக்கு கிட்டத்தட்ட ஃபார்மர்ஸ் வந்து மோர் தென் 50% ஆஃப் த ஃபார்மர்ஸ் வந்து இந்த கிரேப்ஸ் கல்டிவேஷன் பண்ணிட்டு இருக்காங்க. இட்ஸ் அ வெரி குட் கிராப். ஏன்னா ஹெல்த் பெனிஃபிட்ஸும் பார்க்கையில இட் ஹாஸ் எ ரிசர்வட்ரால், none other than that fruits which is having this resveratrol. Resveratrol is a very good for your cholesterol controlling of your blood and for your heart. அதனால இதையும் அதிகமா விரும்பி சாப்பிட்றாங்க. இன்னொரு காரியம் வந்து இதுக்குள்ள வந்து சீடு உண்டு, விதை உண்டு. இந்த விதை வந்து இட் இஸ் பெஸ்ட் ஃபார் விட்டமின் இ. ஸோ வென் யூ ஃபெர்மெண்ட் த விட்டமின் இ, இட் ஆக்சுவலி ஹெல்ப்ஸ் ஃபார் யுவர் ஸ்கின் ரெப்ளிஷ்மெண்ட். ஓகே, விச் இஸ் ஆக்சுவலி யூ கேன் கெட் இன் டர்ம்ஸ் ஆஃப் வைன். ஸோ இப்படி தான் இந்த கிரேப்ஸை வந்து நாங்கள் எல்லாருக்கும் வளர்த்து நாங்கள் மேக்ஸிமம் வந்து வி ஆர் யூசிங் த ஃபெர்டிலைசர் ஆர்கானிக்லி ஒன்லி. Okay, we are trying to do our best that no diseases should come for this plant. So we are doing this farming since last 35 years, and we could able to say that we are supporting so many farmers retailly, and also this grapes has got a geographical identification. Government of Tamil Nadu has recognized this crop, and moreover more of peoples from our neighboring states Kerala are willing to come here and to see this, because this kind of a plantation is very rare. You can see only in other countries like Australia, France, இது மாதிரி நாடுகள தான் பார்க்கலாம். தமிழ்நாட்டுல கம்பத்துல இத பார்க்கிறதுக்கு வந்து மக்கள் அதிகமா வராங்க. We have other recommendation also for the state government of Tamil Nadu, state government of Kerala. இந்த ஃப்ரூட் உடைய பெனிஃபிட்ஸ் எல்லாருக்கும் போய் சேரணும்னா we need to generate something like wine also has to be allowed. இது எல்லாருக்கும் போய் சேரும்போது it will be a very good benefit for all kind of peoples. So that is our basic request of all farmers. So thanks for this press interview, and thanks for all the viewers. Thank you. മുന്തിരിപ്പാടത്തിന് കാവലിനായിട്ട് ആളുണ്ട് കേട്ടോ. അങ്ങനെ ആളുണ്ട് ഇവിടെ. മുന്തിരിപ്പാടത്തിലൊന്നും അനധികൃതമായിട്ട് ആർക്കും കയറാൻ പറ്റത്തില്ല. കയറിയ പണി കൊടുക്കാൻ ഇവിടെ ആളെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ മോനാടി ഒരാളാണ് കേട്ടോ. സൂരജിനെ നോക്കി നിൽക്കുക. സൂരജിനെ നോക്കി നിൽക്കുക. അപ്പോൾ മുന്തിരിപ്പാടത്തിന്റെ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകളാണ്. നമ്മുടെ ഈ മുന്തിരിപ്പാടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ വെച്ച് തന്നെ ജ്യൂസ് അടിച്ചു കൊടുക്കുക. എത്ര കിലോ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ആ മുന്തിരിപ്പാടത്തിനടുത്ത് ആളിന്റെ തിരക്കും ഒക്കെ ഒന്ന് കണ്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകും. കാരണം വണ്ടി വിളിച്ചാണ് ഇവിടത്തേക്ക് ആൾക്കാർ വരുന്നത്. അത്രയ്ക്ക് വലിയ തിരക്കാണ്. ഏതായാലും ഞാൻ ഈ ജെനിസ് മുന്തിരിപ്പാടത്തിന്റെ കാഴ്ചകൾ ഞങ്ങൾക്ക് തരുന്നത് ഒപ്പം തന്നെ ആ മുതലാളി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കും. ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഈ മുന്തിരി പാടത്തിന്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സൗന്ദര്യമാണ് കേട്ടോ. മുന്തിരി പിടിച്ച് കിടക്കുന്ന കാണാൻ വണ്ടി വിളിച്ച ആൾക്കാർ വരികയാണ്. മലയാളികൾ ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ആളുകൾ വന്ന് കിലോ കണക്കിന് മുന്തിരിങ്ങ മേടിച്ചുകൊണ്ട് പോവാണ്. അത് കൂടാതെ തന്നെ ദേ ഈ മുന്തിരിങ്ങ ജ്യൂസ് കുടിക്കാനുള്ള തിരക്കാണ് ഇവിടുത്തെ ഒരു തിരക്ക്. നമ്മളെ സൂരജൊക്കെ മുന്തിരി ജ്യൂസ് കുടിച്ച് മത്തടിച്ച് നിൽക്കുകയാണ്. ഇനി മോലാളി പറഞ്ഞേക്കുന്നത് വീണ്ടും ചെന്ന് കഴിക്കാനാണ്. പക്ഷേ കഴിച്ചാൽ ഇനിയും മന്ദടിക്കും. ഞങ്ങൾക്ക് നാളെ ഷൂട്ടൊക്കെ ഉണ്ട്, രാവിലെ എണീറ്റ് പോകേണ്ടതാണ്. സത്യം പറയാലോ, ഒരുപാട് മധുരം കഴിക്കാതെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ മുന്തിരിപ്പാടത്ത് ചെന്നപ്പോ മുന്തിരി ജ്യൂസ് 2-3 കുടിച്ച് ചേച്ചിമാർ ഇങ്ങനെ നിന്ന് ജ്യൂസ് അടിക്കുകയാണ്. അവരുടെ സന്തോഷം കാണാൻ ആൾക്കാർ ചെല്ലുമ്പോൾ തിരക്ക് കൂടുന്നതനുസരിച്ച് അവർക്ക് സന്തോഷമാണ്. മുതലാളിക്ക് പൈസ കിട്ടും, അവർക്ക് ശമ്പളം കിട്ടും. അങ്ങനെയാണ് ഈ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് മുതലാളിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാലേ അവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് 2-3 ജ്യൂസൊക്കെ തന്നു. ഈ തിരക്കെന്ന് പറഞ്ഞാലും മുന്തിരി ജ്യൂസ് കുടിക്കാനും അതുപോലെ ഗ്രേപ്പ് ടീ, മുന്തിരി ചായ ഒക്കെ ഉണ്ട് ഇവിടെ. പലവിധ ഐറ്റങ്ങളും മുന്തിരി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ പറയുന്ന കണക്ക് എന്താ പറയാ, ഈ കാഴ്ചകൾ ഒരു വല്ലാത്തൊരു മായാലോകത്തിലേക്ക് പോകുന്ന പോലെയാണ് ഈ തമിഴ്നാട്ടിലെ കമ്പത്തിലെ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന ആളുകൾ ഇങ്ങനെ ആഘോഷിക്കണം. കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുട്ടികൾ ഈ മുന്തിരിങ്ങ കണ്ടിങ്ങനെ ചാടി പിടിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അമ്മമാരൊക്കെ സമ്മതിക്കുന്നില്ല. മുന്തിരി ജ്യൂസ് അടിക്കുന്ന ചേച്ചിമാരൊക്കെ വളരെ ഹാപ്പിയാണ്. നമ്മളോട് സംസാരിക്കുന്നുണ്ട്, അതോടൊപ്പം മുന്തിരി ജ്യൂസ് അടിച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നുമുണ്ട്. എന്തൊക്കെയാലും അത് അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ്. സന്തോഷത്തോടെ അവർ അതിഥികളെ സ്വീകരിക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ. അപ്പോൾ നമുക്ക് വീണ്ടും കാഴ്ചകളിലേക്ക് പോകാം. അടിപൊളി കാഴ്ചകളല്ലേ മുന്തിരി കാഴ്ചകൾ. നമ്മൾ കമ്പത്തെ മുന്തിരിപ്പാടത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് നൽകിയത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പോൾ എന്ന് പറയുന്ന സിനിമകളിൽ ഈ മുന്തിരിപ്പാടം ഒരുപാട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പോൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പത്മരാജന്റെ ആ സിനിമയുടെ മനോഹര കാഴ്ചകൾ, ശാരിയും മോഹൻലാലുമായുള്ള മുന്തിരിത്തോപ്പിലെ ദൃശ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ജെനിസ് മുന്തിരിത്തോപ്പാണ് ഇപ്പം കാണുന്നത്. കമ്പം
തേനിയിലേക്ക് പോകുന്നതിലെ ഏറ്റവും വലിയ മുന്തിരിപ്പാടമാണ് ജെനിസ് മുന്തിരിപ്പാടം. അപ്പോൾ ടോമി എന്ന് പറയുന്ന ഉടമസ്ഥന്റെ പേരിലാണ് ഈ മുന്തിരിപ്പാടം. വളരെ മനോഹരമായിട്ടാണ് ഈ മുന്തിരിപ്പാടം. പല മുന്തിരിപ്പാടങ്ങളും മനോഹരമാണെങ്കിൽ തന്നെ ഈ മുന്തിരിപ്പാടത്തിന് പ്രത്യേകതയുണ്ട്. ഒരു ദിവസം 10,000 വന്നു പോകുന്ന ഒരു മുന്തിരിപ്പാടമാണ്. ഇവിടെ ജ്യൂസൊക്കെ മുന്തിരിങ്ങ അപ്പോഴേ പറിച്ചു കൊടുക്കും. 1 കിലോ ഗ്രേപ്സിന് ഇവിടെ 150 രൂപയുള്ള വില. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. 150 രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുന്തിരി കാഴ്ചകൾ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ മുന്തിരി കാഴ്ചകളും മുന്തിരിപ്പാടത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗ്രീൻ മീഡിയ വിഷന്റെ മധുരമൂർന്ന മുന്തിരി കാഴ്ചകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.